തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. السلام ورحمة الله. ഇവിടെ ഇദാ ഉൽഖൂ ഫിഹ, ഈ അവിശ്വസിച്ചവർ എറിയപ്പെട്ടാൽ, സമിഊ ലഹ എറിയപ്പെടുകയായാൽ, സമിഊ ലഹ അവർ ഈ ജഹന്നമിന് കേൾക്കും, ഷഹീഖൻ, ഷഹീഖൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ നിശ്വാസം വലിക്കുന്ന ശബ്ദം, ഷഹീഖ്. വഹിയ തഫൂർ, ആ നിശ്വാസം വലിക്കുന്ന സമയം നരകം, തഫൂർ എന്ന് പറഞ്ഞാൽ തഹ്ലി, അത് തിളക്കുകയായിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരകം പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇരകളെ. അപ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നരകത്തിൻ്റെ മട്ടും ഭാവവുമാണ് അള്ളാഹു മാജിർനാ മിനന്നാർ, അള്ളാഹു നമ്മൾക്കാകട്ടെ. അതാണ് അവിടെ പറയുന്നത്. തുടർന്ന് തകാദു തമയ്യസു മിനൽ ഗൈദ്, തകാദു തമയ്യസ് മിനൽ ഗൈദ്. ഗൈദ് എന്ന് പറഞ്ഞാൽ കൂടെ വന്നത് അത് വന്നില്ല. ഗൈദ് എന്ന് പറഞ്ഞാൽ ക്ഷോഭം, കോപം, ക്ഷോഭത്തിനാണ് പറയുക. തമയ്യസ് എന്ന് പറഞ്ഞാൽ തതമയ്യസ് എന്നാണ്, തതമയ്യസ് എന്നാണ്, തതഖത്ത എന്നർത്ഥം, തതഖത്ത എന്ന അർത്ഥത്തിൽ. അതാണ് തതഖത്തഉ, അതാണ് തതമയ്യസു എന്നാണ് അത് അസിൽ. തതഖത്തഉ എന്നാണ് അർത്ഥം. എന്താ ഖത്ത എന്നാണ്? മുറിയ, കഷ്ണാകുക. തകാദു ജഹന്നം ആകാറാവും. എങ്ങനെ? തതമയ്യസ് ആണ്, തതഖത്ത മുറിഞ്ഞു പോകും. അപ്പോൾ തകാദു തതമയ്യസ്, നരകം മുറിഞ്ഞു പോകാറാവും. മിനൽ ഗൈദ്, ഗൈദിനാൽ എന്നാൽ ക്ഷോഭത്താൽ. കോപവും ക്ഷോഭവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ക്ഷോഭം, കോപത്തേക്കാൾ ഒരു വിഷയം കൂടുതൽ ക്ഷോഭത്തിലുണ്ടല്ലേ. കോപിക്കുന്നവൻ ക്ഷോഭിക്കും. ഇവിടെ ഗദബ് കോപാണ്, അഷദ്ദുൽ ഗദബാണ് ഗൈദ്. ഗദബ് എന്ന് പറഞ്ഞാൽ കോപം, അതിൻ്റെ തീവ്രമായ അവസ്ഥയാണെന്ത്? ഗൈദ്. അപ്പോൾ കോപം എന്നല്ല, ക്ഷോഭം എന്നതാണ് കൂടുതൽ ശരി. നരകം ക്ഷോഭത്താൽ അത് മുറിഞ്ഞ് കഷ്ണമായി പോകാറാകും എന്നുള്ളതാണ്. അത്രമേൽ അത് ക്ഷോഭിക്കും എന്നുള്ളതാണ്. നരകം അതിൻ്റെ ഇരകളെ കാണുമ്പോൾ ക്ഷോഭിക്കുകയും അത് ആ ക്ഷോഭത്തിൻ്റെ തീവ്രത നിമിത്തം അത് മുറിഞ്ഞു പോകുമാർ ആയിത്തീരും എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ഒരു ദാർശനികൻ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. രാജാവിന് ഇയാളോട് ഭയങ്കര ദേഷ്യമാണ് എന്തോ ഒരു വിഷയത്തിൽ. അപ്പോൾ കലി കയറി അയാളിങ്ങനെ ക്ഷോഭിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോഴാണ് അയാളോട് മുഖം കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ തൊട്ടാൽ പൊള്ളുന്നറിയില്ല, ഇങ്ങനെ ചൂടായിക്കുകയാണ്. പക്ഷെ ആ ദാർശനികൻ കടന്നു വന്നപ്പോൾ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടാണ് വന്നത്. മന്ത്രിച്ചാണ് ചുണ്ട് ചലിപ്പിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താ പറയണമെന്ന് ചോദിച്ചിരുന്നു രാജാവ്. രാജാവ് ഇങ്ങനെ കത്തി നിൽക്കുകയല്ലേ.
അപ്പോൾ അയാൾ പ്രതികരിച്ചത്, ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, അല്ലാഹുമ്മ അത്ഫി ഗൈദഹു കമ അത്ഫഅത നീറാൻ അല്ലത്തി ഉൽഖിയ ഫിഹ ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹുവെ, ഇബ്രാഹിം നബിയെ എറിഞ്ഞ തീനെ നീ തണുപ്പിച്ചതുപോലെ ഇയാളുടെ ക്ഷോഭം നീ തണുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ അല്ലാഹുമ്മ അത്ഫി ഗൈദഹു, അള്ളാഹുവെ അദ്ദേഹത്തിൻ്റെ ക്ഷോഭം നീ കെടുത്തേണമേ കമ അത്ഫഅത നീറാൻ, തീനെ നീ കെടുത്തിയതുപോലെ എന്നാണ്. അവിടെ ഈ ദേഷ്യപ്പെട്ടിങ്ങനെ ക്ഷോഭിച്ച് കത്തി നിൽക്കുന്ന മനുഷ്യന്മാർ, അവിടെ ആ പ്രയോഗം അതാണ്, ഗൈബ്. ഏതായാലും അപ്പോൾ ഇയാൾ തണുത്തു എന്നുള്ളതാണ്. ആ പ്രാർത്ഥന കൊണ്ട് തണുത്തു എന്നുള്ളതല്ല, പിന്നെ ആ പ്രതികരണത്തിൽ തണുത്തു എന്നുള്ളതാണ് അവിടെ തകാദു തമയ്യസു മിനൽ ഗൈദ്.